Pues no, acá para allá. Acá para allá. വൈഫിൻ്റെ ഡാൻസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കുട്ടികളായിട്ട് ഒരു 1 ഡേ ട്രിപ്പാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഏർലി മോർണിംഗ് പോയിട്ട് രാത്രി ഒരു 11-12 മണിയോടുകൂടി തിരിച്ചെത്താവുന്ന രീതിയിലൊരു പ്ലാൻ ചെയ്തത്. രാവിലെ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളിവിടെ നല്ല മഴയായിരുന്നു. ഞങ്ങളിത് ട്രിപ്പ് പോയത് മെയ് 20-ാം തീയതിയാണ്. പോകുന്ന വഴി പാലക്കാട് വരെ നല്ല മഴയായിരുന്നു. ഇപ്പോൾ മഴ കുറച്ച് കുറവുണ്ട്, പക്ഷേ നല്ല മഴക്കാറുണ്ട്. ഇപ്പോൾ കൊടൈക്കനാലിലൊക്കെ ഈവനിങ്ങിലൊക്കെ നല്ല മഴയാണെന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മഞ്ഞുണ്ടെന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് പഴനിയിലേക്ക് 66 കിലോമീറ്ററാണ് കാണിക്കുന്നത്. ഇതെന്തൊരു ഭംഗിയല്ലേ! കാരണം ഹൈവേയുടെ 2 സൈഡിലും നല്ല തെങ്ങിൻ തോട്ടങ്ങളാണെന്നുണ്ടെങ്കിൽ വളരെ നീറ്റായിട്ട് വളരെ ക്ലീൻ ചെയ്തിട്ടാണ് അതിൻ്റെ അടിവശമൊക്കെ. ഒരു ചെടികൾ, പുല്ലോ അങ്ങനെയൊന്നും വളർന്നു വരാതെ നല്ല ഭംഗിയായിട്ടാണ് ഈ തെങ്ങിൻ തോപ്പുകളൊക്കെ അവർ നോക്കുന്നത്. ഡാൻസ് ക്ലാസ്സിലെ കുട്ടികളൊക്കെ ആയിട്ട് ഞങ്ങൾ ഒരു ടൂർ പ്ലാൻ ചെയ്തിരുന്നു. അപ്പോൾ അവസാനം ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് കൊടൈക്കനാലാണ്. എല്ലാവരുടെയും കുട്ടികളുടെയൊക്കെ താല്പര്യപ്രകാരം അങ്ങനെ ഇതിപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുഞ്ഞും പറയ്, എവിടേക്കാണ് ടൂർ പോകുന്നത്? ഇങ്ങോട്ട് നോക്ക്, എവിടേക്കാണ് ടൂർ പോണത്? അതിൻ്റെ ഉള്ളിൽ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, അതല്ല എവിടേക്ക് പോകുന്നത് പറയ്. ക്യാമറ ചാർജ് തീരും. കൊടൈക്കനാല് അവിടെ എന്താ കാണാനുള്ളത്? എന്ത് ശിവനാ? ശിവനാ വേണ്ടിയിട്ടാണ് കൊടൈക്കനാലിൽ പോകുന്നത്? ഡാൻസ് കാണാനാ? ആരുടെ ഡാൻസ്? ചേച്ചിമാരുടെയാ? ചേച്ചിമാര് ഡാൻസ്. ഫോട്ടോ ഉണ്ട്. എങ്ങനെ പറയണ്ടേ? പറയ്.
രാവിലെ തന്നെ കോള കഴിച്ചിട്ടായിരിക്കും നിൽക്കുന്നത്. അവിടെ കൊടൈക്കനാലൊക്കെ എന്താ പറയുക, പ്ലാസ്റ്റിക് നിരോധനം കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്ലാസ്റ്റിക് ബോട്ടിലുകളൊക്കെ കടത്തി വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ ഫൈനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അത് കാരണം കോളയൊക്കെ വേഗം കുടിച്ച് തീർക്കുക. എല്ലാവരും ഒരിക്കൽ പോയി തന്നാ കാണാനില്ല കൊടൈക്കനാലല്ലേ? ഞങ്ങളിപ്പോൾ പഴനിയിലെത്തി. കുറച്ച് പേര് ബ്രേക്ക്ഫാസ്റ്റ് മുകളിൽ നിന്ന് കഴിക്കാം, നമുക്ക് ജസ്റ്റ് ചായ കുടിക്കാം എന്നുള്ള രീതിയിൽ ചായ കുടിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു. നല്ല കോടമഞ്ഞുണ്ട്. എല്ലാം പറഞ്ഞ പോലെ തന്നെ ഇനിയിപ്പോൾ മുകളിൽ മഴയുണ്ടോ എന്ന് മാത്രമാണ് നമുക്ക് ഒരു ഡൗട്ട്. ഇവിടുന്ന് പോകുന്ന വഴി നല്ലൊരു വാട്ടർഫോൾസ് ഉണ്ടെന്ന് കേട്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ ഏകദേശം അതിനടുത്ത് എത്താറായിട്ടുണ്ട്. ഞാൻ കൊടൈക്കനാൽ വന്നത് ഒരുപാട് വർഷമായി, ഒരു 10-15 വർഷം മുൻപ് വന്നതാണ്. അപ്പോൾ ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇവിടെയൊക്കെ. നമ്മൾ വാട്ടർഫോൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി ക്യാരറ്റ്. ആയി ഇഷ്ടംപോലെ സ്നാക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചില്ലി ഗോബി, എഗ്ഗ് ബജ്ജി, അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്. നല്ല ഫ്രഷ് ചോളം, അതേപോലെ കപ്പലണ്ടി വേവിച്ചത്. നല്ല ഭംഗിയുള്ള വെള്ളച്ചാട്ടമാണ്. ഇപ്പോൾ മഴ പെയ്ത കാരണം കുറേ അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ വെള്ളമൊക്കെ ഉണ്ട്. സ്കൂൾ സോൺ ഗോസ്ലോ, ഇവിടെ അടുത്ത് എവിടെയോ സ്കൂളുണ്ടെന്ന് തോന്നുന്നു. സ്ലോ മൂവിങ് ട്രാഫിക്കാണ്. ഇത് മോയർ പോയിൻ്റ്. അവിടെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വ്യൂ പോയിൻ്റാണ് അത്.
അതിനുശേഷം ഞങ്ങൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അവിടെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കുട്ടികളൊക്കെ അത്യാവശ്യം ഓടിക്കളിക്കലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഗുണ കേവ്. ഇതിപ്പോൾ മഞ്ഞുമൽ ബോയ്സ് വന്നതിന് ശേഷം കൂടുതൽ കുറച്ചുകൂടി മലയാളികളുടെ ഇടയിൽ ഹിറ്റായി ഈ സ്ഥലം. പിന്നെ ഞങ്ങളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മുടെ വണ്ടിയുടെ ഡ്രൈവറുടെ തന്നെ ഒരു സുഹൃത്തിൻ്റെ ഹോട്ടലിലായിരുന്നു. അത്യാവശ്യം നല്ല ഭക്ഷണമായിരുന്നു. ബുഫേ മോഡലായിരുന്നു. ഞങ്ങൾക്ക് ഇവിടെ രാവിലെ വന്ന സമയത്ത് മോയർ പോയിൻറ്റിലൊക്കെ പോയ സമയത്ത് ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ മഴയും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നല്ല മഞ്ഞാണ്. പിന്നെ വൈകുന്നേരം ഈ തുടങ്ങുന്നതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രധാന പ്രശ്നം ഈ മഴ ചാറിയതുകൊണ്ടാണ്. അട്ടകൾ നല്ലതുപോലെ അട്ടയുണ്ടായിരുന്നു. എൻ്റെ കാലിൻ്റെ മുകളിലൊന്ന് കടിച്ചു. അത്യാവശ്യം ബ്ലഡൊക്കെ എടുത്തതിന് ശേഷമാണ് ആളെ കണ്ടത്. അത്യാവശ്യം നല്ല തിരക്കായിരുന്നു കൊടൈക്കനാലിൽ. അത് കാരണം നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല. ഞങ്ങളൊരു രാത്രി 2-2:30 കൂടിയിട്ട് ഇവിടെ തിരിച്ചെത്തി. Mati, kon mani wari de. Lali, 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 lali.